സാങ്കേതിക സർവകലാശാല വൈസ് ചാൻസലർ കെ ശിവപ്രസാദിനെതിരെ ലോകായുക്തയിൽ കേസ്. മുൻ സിൻഡിക്കേറ്റ് അംഗം ഐ സാജു നൽകിയ പരാതിയാണ് ലോകായുക്ത ഫയലിൽ സ്വീകരിച്ചത്. സിൻഡിക്കേറ്റിന്റെ അനുമതിയില്ലാതെ അഭിഭാഷകനെ നിയോഗിച്ച് കേസ് നടത്താൻ വൈസ് ചാൻസലർ പണം അനുവദിച്ചതിനെതിരെയാണ് പരാതി. 24 എക്സ്ക്ലൂസീവ്. സാങ്കേതിക സർവകലാശാല സിൻഡിക്കേറ്റ് അംഗീകരിച്ച സ്റ്റാൻഡിംഗ് കൗൺസിലിന് പകരം സ്വന്തം നിലയിൽ വൈസ് ചാൻസലർ കെ ശിവപ്രസാദ് അഭിഭാഷകനെ നിയോഗിച്ചു. ഒരു കേസിൽ 75,000 രൂപയും മറ്റൊരു കേസിൽ 1,95,000 രൂപയും അഭിഭാഷകന് ഫീസായി നൽകി. പക്ഷേ സിൻഡിക്കേറ്റിന്റെ അനുമതി വാങ്ങാതെയാണ് ഈ തുക വൈസ് ചാൻസലർ സ്വന്തം നിലയിൽ അനുവദിച്ചത്. ഇതിനെതിരെ മുൻ സിൻഡിക്കേറ്റ് അംഗം കൂടിയായ ഐ സാജുവാണ് ലോകായുക്തയെ സമീപിച്ചത്. പരാതി പ്രഥമദൃഷ്ടിയാൽ നിലനിൽക്കുന്നതാണെന്ന് ലോകായുക്ത നിരീക്ഷിച്ചു. അന്വേഷണം നടക്കേണ്ടതുണ്ട്. പരാതി സ്വീകരിച്ച് എതിർ കക്ഷികളായ താൽക്കാലിക വൈസ് ചാൻസലർ കെ ശിവപ്രസാദ്, രജിസ്ട്രാർ ഇൻചാർജ് ജി ഗോപിൻ എന്നിവർക്ക് നോട്ടീസ് അയക്കാനും ലോകായുക്ത ഉത്തരവിറക്കി. അഭിഭാഷകന് ഫീസ് നൽകുന്നത് തെറ്റല്ല, പക്ഷേ അനുമതിയില്ലാതെ പണം നൽകിയിട്ടുണ്ടെങ്കിൽ ആ നടപടി തെറ്റാണെന്നും പരാതി പരിഗണിച്ചപ്പോൾ ലോകായുക്ത അഭിപ്രായപ്പെട്ടു. 14 കേസ് വീണ്ടും പരിഗണിക്കും. വൈസ് ചാൻസലർ ഉൾപ്പെടെയുള്ളവരുടെ മറുപടി തൃപ്തികരമല്ലെങ്കിൽ കടുത്ത നടപടിയിലേക്ക് ലോകായുക്ത നീങ്ങുമോ എന്നതാണ് നിർണായകം. ഉമേഷ് ബാലകൃഷ്ണൻ, 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.